ഹായ് ഫ്രണ്ട്സ്, ലിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പട്ടിയാളി ചിക്കൻ്റെ റെസിപ്പിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ അതിന് എന്തൊക്കെ വേണ്ടി നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചിക്കനെ ഒന്ന് മസാലയൊക്കെ ഒന്ന് വെച്ച് വെക്കണം. അപ്പോൾ അതിനാദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു 750 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂണ്, വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ്, കാശ്മീരി മുളക് പൊടി ഒരു 1.5 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, ഗരം മസാല 1 ടീസ്പൂണ്, മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂണ്. പിന്നെ നമുക്ക് ഉപ്പ് പാകത്തിന്. നമുക്ക് തൈര് ഒരു 4 ടീസ്പൂൺ വെച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് തിരുമ്പി 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ എല്ലാ മസാലയൊക്കെ പെരട്ടി റെസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ 1/2 മണിക്കൂർ മസാലയൊക്കെ പെരട്ടി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഗ്രേവി തയ്യാറാക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ 2 കഷ്ണം കറുവപ്പട്ട ഇടണം, ഒരു 1/2 ടീസ്പൂണ് കുരുമുളക്, പിന്നെ നമുക്കൊരു 3 ഏലക്കായ, അതുപോലെ ഒരു 4 കരയാമ്പൂ, ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് കറുവപ്പട്ട ഇട്ട് കൊടുക്കാം, കുരുമുളക്, ഏലക്കായ, കരയാമ്പൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഒരു സവാള കുത്തി അരിഞ്ഞ് വെച്ചത് അത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിയണം കേട്ടോ. ഇത് നന്നായി ഒന്ന് വാടട്ടെ. നമുക്കിതിലേക്ക് 2 പച്ചമുളകും കൂടി അരിഞ്ഞത് ഇടാം. നമ്മുടെ സവാള ഒന്ന് പെട്ടെന്ന് വാടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാളയും പച്ചമുളകൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വാടട്ടെ. 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. നമുക്ക് പെട്ടെന്ന് അത് വാടി കിട്ടും. അപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചിക്കൻ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടില്ലേ, അതിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് മൂടിയിട്ട് വേവിക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ നന്നായി ഒന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരുവിധം വെന്ത് ചാറൊക്കെ വറ്റിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് തീ കുറച്ചിട്ട് മൂടിയിട്ട് വേവിക്കാം. നമുക്ക് അടുത്തൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കണം. ഒരു 3 ടീസ്പൂൺ നെയ്യ് ഇടാം. നന്നായി ചൂടായിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജീരകം ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമ്മൾ സവോള ഇതേപോലെ കട്ട് ചെയ്ത് വയ്ക്കുക ഒരെണ്ണം. നമ്മളിങ്ങനെ ചെറിയ കഷ്ണങ്ങൾ അതേപോലെ
ക്യാപ്സിക്കം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാളയും ക്യാപ്സിക്കൊക്കെ നന്നായി ഒന്ന് വാടട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂണ് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഇളക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും പെട്ടെന്ന്. ഇനി നമുക്ക് ഇതിലേക്ക് കശുവണ്ടി അരച്ച പേസ്റ്റാണ് അത് ഒഴിച്ചു കൊടുക്കാം. ഇത് 2 മിനിറ്റ് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കശുവണ്ടിയുടെ അതൊക്കെ നന്നായി ഒന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിത് സ്റ്റവ് ഓഫാക്കി നമ്മൾ ചിക്കൻ തിളച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ അത് 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് വേണ്ടത് കേട്ടോ. ക്രീം ഇട്ട് കഴിഞ്ഞ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അത് ചെറുതായി ഇങ്ങനെ അരിഞ്ഞത് കേട്ടോ. ഒരു ചെറിയ കഷ്ണം പച്ചമുളക് റൗണ്ടിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒരു ചെറിയ പീസ് നീളത്തിലരിയുക അതിട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കൂടി കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായി ഇളക്കുക. എന്നിട്ട് നമ്മുടെ സ്റ്റവ് ഓഫ് ആക്കുക. അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. നമ്മുടെ പട്ടിയാല ചിക്കൻ എന്താ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പട്ടിയാല ചിക്കൻ എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.